നമസ്കാരം. ഇന്നലെ ബിഗ് ബോസിൽ പറഞ്ഞ മിഡ് വീക്ക് ടാസ്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ പറഞ്ഞത് 2 പേര് പുറത്താകും, അത് കഴിഞ്ഞ് നോമിനേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, എല്ലാരും വിചാരിച്ചു 3 പേര് പോവോ 4 പേര് പോവോ എന്നൊക്കെ സംശയിച്ചു. പക്ഷെ ബിഗ് ബോസ് ഒരു ആങ്സൈറ്റി ഈ ഈ കണ്ടസ്റ്റൻസിന് കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ അത് കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ അപ്ഡേറ്റുകളിലേക്ക് പോവാം. ഇന്ന് രാവിലെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അതിന് ഒനിലിനെ അക്ബർ തെറി പറഞ്ഞു. അപ്പൊ തെറി പറഞ്ഞതിന് ഒനിലിനെ ചെന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ഈ ഡയലോഗ് പറഞ്ഞിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ അടുക്കളക്കകത്തി എന്താ പറയുന്നേ, അനീഷ് ഈ ഇപ്പുറത്ത് ഹാളിലും മറ്റേ ഡ്രോയിങ് റൂമിലും ഒക്കെ ഗാർഡനിലും ഒക്കെ നടക്കുന്ന രീതി തന്നെ അനീഷിന്റെ നടത്തം ഒരു വ്യത്യാസവുമില്ല. അവിടുത്തെ ക്യാപ്റ്റനാണ്, കിച്ചന്റെ ഇൻചാർജാണ്. പക്ഷെ പുള്ളി ജോലി ചെയ്യാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു ഓർഡർ കൊടുക്കാനുള്ളൊരു പവറുണ്ട്. എന്തായാലും അവിടെ ജസീല് പറയുന്നുണ്ട്, എനിക്ക് ദോശ ചുടാൻ അറിയില്ല, പൊങ്ങി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പല പ്രശ്നങ്ങളും കിച്ചണിൽ ഇങ്ങനെ ഇതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് മനസ്സിലായത്, ഇവരെ എല്ലാം ബിഗ് ബോസ് ഒരു 11:30 ആയപ്പോഴത്തേക്ക് വിളിപ്പിച്ചിട്ട് പറയുകയാണ്, പിന്നെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ 2 പേര് ഔട്ട് ആവുന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ മിഡ് വീക്ക് 2 പേരെ പറഞ്ഞു വിടുന്നതിന് പകരം സസ്പെൻഡ് ചെയ്യാണ്. അത് ഒരു അജ്ഞാതവാസമാണ്. അതിപ്പോ ലഘൂകരിച്ചു, അജ്ഞാതവാസത്തിലേക്ക് മാറ്റി. എന്ന് വെച്ചാൽ ഇതിനകത്തിലെ 6 പേരുണ്ട്. അതിലെ ടാസ്കിലൂടെ 500 പോയിന്റ് വെച്ചാണ് ആ ഷോപ്പിംഗ് പോയിന്റുകളാണ് ഇതിനകത്തുള്ളത്. ഈ 500 പോയിന്റുകൾ ഈ പുറത്തു പോകുന്ന 2 പേര് എന്തായാലും ഈ ഇത് പുറത്താക്കണമല്ലോ. 2 പേരുടെ 500 പോയിന്റ് കൂടെ ഇവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്തൊരു കാര്യം. പിന്നെ ഇവരെ ഈ 2 പേരെ ഇനി നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ പബ്ലിക്കിന് 24x7 അല്ലെങ്കിൽ TV ഷോ, ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ഷോയിലോ ഇവർ കാണത്തില്ല. ഇവർ അജ്ഞാതവാസമായിരിക്കും. എന്ന് വെച്ച് അവിടെ ക്യാമറയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവർക്ക് മൈക്ക് കൊടുക്കത്തില്ല, മറ്റു കാര്യങ്ങളൊക്കെയാണ്. അവിടെ മൈക്കും മറ്റ് ക്യാമറകളും ഒക്കെ കാണും ഇവരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ റൂമിൽ. അത്രേ വരത്തുള്ളൂ. ഇവരെ പുറം ലോകം കാണിക്കത്തില്ല ഈ 2 പേര്. അതാണ് ഇപ്പൊ ആ ശിക്ഷ ലഘൂകരിച്ചു. പക്ഷെ എന്നാലും ഇച്ചിരി കട്ടിയാണ്. ഏതായാലും അതാണ് ഇതിനകത്തില് ഉള്ളൊരു തീരുമാനം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് പിന്നെ ഒരു കാര്യം പറഞ്ഞു, 6 പേർക്ക് 2 പേരെ സഹായത്തിന് വിളിക്കാം. നിങ്ങളെ സഹായിക്കും എന്നുറപ്പുള്ളവരെ വിളിക്കാൻ പറയുന്നു. ഇതിനകത്തിൽ ആരെയും വിശ്വാസമില്ല. 2 പേരെ വിളിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ചാടിക്കേറി ഓരോരുത്തരങ്ങ് ഈ വിളിക്കുന്ന കാര്യത്തില് ഓട്ടമായിരുന്നു അവിടെ. കാര്യം എനിക്ക് ആദ്യം പോകണം എന്നുള്ളത്. അങ്ങനെ റന ഫാത്തിമ ആദ്യം ജിജ്ഞാസോടെ ഓടി വന്ന് ജിസയിലിനെയും ആര്യനെയും ഒക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവരെ കുറിച്ച് അവരെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ വ്യൂവേഴ്സിന്റെ ഒക്കെ കമന്റുകളിൽ നമുക്ക് കാണാം ഇവരെന്തോ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തില് അങ്ങനെ എന്തായാലും റന ഫാത്തിമ വിളിച്ചു. അത് കഴിഞ്ഞ് അനീഷ് വിളിച്ചത് ശരത്തിനെയും അനുമോളെയും. അനീഷുമായിട്ട് ഉടക്കമുള്ള ശരത്തും അനീഷിന്റെ കളികൾ ഇതിനകത്തിൽ അനുമോളെ. അനുമോളുമായിട്ടുള്ള ഉടക്കം എല്ലാവർക്കും അറിയാം. അനുമോളെ കരയിച്ച് വിട്ടതാ. അപ്പൊ അങ്ങനെ അനുമോളെയാണ് തെരഞ്ഞെടുത്തേക്കുന്നത്. ഒനിയിലെടുത്തേക്കുന്നത് അക്ബറിനെയും ഷാനവാസിനെയാണ് ഒനിയിലിന്റെ. പിന്നെ രേണുസുതി, വിൻസി, ശൈത്യ. രേണുസുതിയാണ് അവസാനം വന്നത്. എല്ലാവരും പോയി കഴിയുമ്പോൾ ആരെങ്കിലും എടുക്കണ്ട, അതുകൊണ്ട് അവർക്ക് 2 പേരെ കിട്ടിയുള്ളൂ. പിന്നെ സരിക എടുത്തേക്കുന്നത് നെവിൻ, അഭിലാഷ്. ഇത്രയും പേരെയാണ് എടുത്തേക്കുന്നത്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇവരുടെ അടുത്തല്ല സ്കൂളിൽ ടീച്ചർമാർ പറയുന്നത് ഒരു അച്ചടക്കം പാലിക്കണം, കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ്
അവിടെ ഇന്നിങ്ങനെ ഇതിന്റെ പേരാണ്, ടാസ്കിന്റെ ഈ ഒരു ആക്ടിവിറ്റിയുടെ പേരാണ് കാവലാണ്. പുകഞ്ഞവള്ളി പുറത്ത് എന്ന് പറഞ്ഞ ടാസ്ക് നമ്മൾ കണ്ടാണ്. ഏതാണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടാസ്ക്കാണ്. ഇതൊരു അജ്ഞാതവാസം, ഒരു ജയിൽവാസം. ജയിലുണ്ട് അവിടെ, പക്ഷെ ഇതിനകത്തിൽ ഇരുട്ട് മാതിരിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ്. ഇവർക്ക് ഫുഡ് മാത്രം കിട്ടും, മറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നൊന്നും അറിയത്തില്ല. ഈ രണ്ടുപേര് സഹായിക്കുന്നവര് ആത്മാർത്ഥമായിട്ട് സഹായിച്ചാൽ ഇവർക്ക് ചിലപ്പം അകത്തേക്ക് തന്നെ തിരിച്ചു വരാനും പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് ചില കാര്യങ്ങൾ കടുപ്പിച്ച് പറയുന്നെങ്കിലും ചില ഇളവുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഈ നമ്മൾ രണ്ടാമത് ഇവര് ഗാർഡനിൽ കൊണ്ടിരുത്തിയിട്ടാണ് പിന്നെ മറ്റേ മൈജിക് കോർണർ ഉണ്ടല്ലോ, അവിടെ കസേരയൊക്കെ ഇട്ടിരുത്തിയാണ്, അവിടെ ഇരുത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഈ സെലക്ഷനൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ഇവര് എല്ലാവരും പിരിച്ചു വിട്ടതിന് ശേഷം വീണ്ടും ബിഗ് ബോസ് വിളിപ്പിച്ച് ഇരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു ഇപ്പൊ ടാസ്ക് ഇപ്പം എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. ഒരു ഐഡിയ, ഒരു കണ്ടന്റ് ഇതാണെന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ വിചാരിച്ചു ഉടനെ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കാൻ പോവാന്ന്. പക്ഷേ ടാസ്ക് ഒന്നും കൊടുത്തില്ല. അവരെ അവിടെ വിളിച്ചിരുത്തിയപ്പോൾ തന്നെ ബിഗ് ബോസ് ചോദിച്ചു, ഇവിടെ ഈ പിന്നെ ഈ വിസയിലെ വിളിച്ചിട്ട് പറഞ്ഞു, വിസയിൽ ഇട്ട യൂണിഫോം, അതായത് കൃത്യമായി ഇത് എവിടുന്ന് തന്നതാണ് ഈ ടോപ്പ്, അങ്ങനെ ഒരു ചോദ്യം വന്നു. വിസയിലിന്റെ ഡ്രസ്സ് കീറിപ്പോയി, അതുകൊണ്ട് പിന്നെ 4 ടോപ്പ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ബിഗ് ബോസ് കൊടുത്തെന്നാ പറഞ്ഞത്. എന്തായാലും ശരി, 2 ജോഡി ഡ്രസ്സ് എല്ലാവർക്കും കൊടുത്തു. അതിനെ ചൊല്ലി അങ്ങ് പൂര വഴക്കായെന്ന് പറഞ്ഞാൽ ഇസൽ പറഞ്ഞു, എനിക്കത് കീറിപ്പോയി, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ തുണിയില്ലാതെ നടക്കുന്നു, ഞാൻ റേസർ ഇട്ട് നടക്കും, ഇങ്ങനൊക്കെ പല ഭാഷകളും പറയുന്നുണ്ട്. അനുമോള് കയറി അങ്ങ് കൂട്ടി ചോദിച്ചു. അതാണ് ഇന്ന് നടന്ന ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അനുമോള് ചോദിച്ചു, നിങ്ങൾക്ക് മാത്രം എന്താ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവസാനം എന്തിന് അടിയുടെ വക്കത്തി. ഒന്നുമല്ല, നിനക്ക് പിന്നെ നീ ഷോർട്ട് ആയതുകൊണ്ട് അനുമോക്ക് അറിയാമല്ലോ. നമുക്കൊന്നും പലപ്പോഴും തോന്നുന്നുണ്ട് അനുമോടെ ഒരിച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കുട്ടിയാണ്, നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളുടെ ഒരു കുറവ് നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ പോലും അത് പറയരുത്. അനുമോള് ചൊറിഞ്ഞു, ഇത് വേണമെങ്കിൽ ഒരു എക്സംഷൻ ക്യാപ്റ്റൻ സഹിതം ഷാനവാസ് സഹിതം പറഞ്ഞപ്പോൾ കൊടുക്കായിരുന്നു. പക്ഷെ അത് കൊടുക്കാതെ അനുമോള് ചൊറിഞ്ഞു, തിരിച്ച് നല്ല പണി ജിസയിലും കൊടുത്തു. എനിക്ക് പൊക്ക കൂടുതലാണ്, നിനക്ക് കുരുളിയാണ് അല്ലെങ്കിൽ കുള്ളിയാണെന്നൊക്കെ പറഞ്ഞു കാണും. ഇപ്പൊ അത് കയറി ഫീൽ ചെയ്ത് അനുമോക്ക് വേറെ ഉണ്ട്, എന്തെങ്കിലും ഇത്തിരി കിട്ടിയാൽ കരയും എന്നുള്ള നമുക്കെല്ലാം. ഇപ്പൊ 2 കരച്ചിൽ ഇങ്ങോട്ട് കഴിഞ്ഞു, 3ാമത്തെ കരച്ചിൽ കരഞ്ഞു കൂവി പോയി. പിന്നെ ഏതായാലും നമ്മുടെ അനീഷിയേട്ടനും ഷാനവാസോടെ പോയി തിരിച്ച് കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ഇന്ന് അവിടെ നടന്ന പരിപാടികൾ ഉച്ചവരെ. ഇനിയും പിന്നെ അപ്പൊ നീവിനൊക്കെ പറഞ്ഞുണ്ട്. ഇപ്പൊ ഈ ചോദിക്കുന്നു, ഇന്നർവേഡാണ് നിങ്ങൾ ഇട്ടേക്കുന്നത് ഈ ഡ്രസ്സ്, അല്ല സൂപ്പർമാൻ വരുന്നവര് ഒരു ഡ്രസ്സും ഒക്കെ ഇട്ടാ വരുന്നത്, ഈ മോഡലാണല്ലോ ജസിൽ എന്ന് പറഞ്ഞത്. അപ്പൊ അവരുടെ ഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇന്നർവെയർ ആയിട്ടേ അത് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നെമിൻ അവിടെ നിന്ന് തമാശ പറയുന്നുണ്ട്, സൂപ്പർമാൻ ഷഡ്ഡി പിന്നെ ഇതിൽ കൂടെ ഇടുന്നുണ്ട്, അപ്പം ഷഡ്ഡി വേണമെങ്കിൽ ഇട്ടോണ്ട് പോകാന്നൊക്കെ പറഞ്ഞ തമാശകളൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്തില് ഇങ്ങോട്ടും ചില കാര്യങ്ങൾ വരുമ്പോൾ ബിഗ് ബോസ് മൗനം പാലിക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് കരുതിയായിരിക്കാം. ഇതാണ് ഇന്ന് നടന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.